ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. എന്ത് തള്ളാണ് മസ്താനി എന്ന് ചോദിച്ചുകൊണ്ട് ലാലേട്ടൻ വന്നിരിക്കുകയാണ്. അതായത് ലാലേട്ടൻ ചോദിക്കുന്നു, ആര്യൻ അനുവിനെ ഇങ്ങനെ പുഷ് ചെയ്തോ, മസ്താനിയെ കൊണ്ട് തള്ളിച്ചോ? അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ആ ദേഹത്ത് വെള്ളം ഒഴിപ്പിച്ചു. അപ്പോൾ ലാലേട്ടൻ വീണ്ടും പറയുകയാണ്, എന്താ മസ്താനിയാണോ ട്രിഗർ ചെയ്തത്? ശേഷം അനുമോള് പറയുകയാണ്, ഞാൻ അവിടെ സീരിയസ് ആയ ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മസ്താനി വീണ്ടും പറയുന്നു, ആര്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു തമാശയ്ക്ക് തള്ളുന്ന് പറഞ്ഞു, അപ്പോൾ ഞാൻ തള്ളി. ശേഷമാണ് ലാലേട്ടൻ പറയുന്നത്, അതായത് മസ്താനിയുടെ ദേഹത്ത് തൊട്ടാൽ വലിയ പ്രശ്നം, മസ്താനിക്ക് ഒരാൾ തള്ളാൻ പറഞ്ഞാൽ തള്ളാം. എന്ത് തള്ളാണ് മസ്താനി, എന്ത് തള്ളാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു പ്രൊമോ അവിടെ അവസാനിക്കുകയാണ്. മസ്താനിക്ക് ഇന്ന് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും നല്ല രീതിക്ക് തന്നെ കേൾക്കുന്നുണ്ട്. മസ്താനി തമാശ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയിൽ എത്രത്തോളം സീരിയസ് ആയിട്ടുള്ളതാണ് എന്നത് ഇന്ന് ലാലേട്ടൻ മസ്താനിക്ക് മനസ്സിലാക്കി കൊടുക്കും. എൻ്റെ പേഴ്സണലിലുള്ളൊരു അഭിപ്രായം, പറഞ്ഞപ്പോൾ മസ്താനി ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം, ഇത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഭാഗമായി വരില്ല. നമ്മൾ ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയിൽ ഒരാളെ തല്ലുകയോ തള്ളുകയോ ഉന്തുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ഫിസിക്കൽ അസോൾട്ടാണ്. അങ്ങനെ ഇരിക്കെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ദേഹത്തോട്ട് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ തള്ളുന്നത് അല്ലെങ്കിൽ അവരുടെ ദേഹത്തേക്ക് മനഃപൂർവ്വം തള്ളിയിടുന്നത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പരിധിയിൽ വരില്ലേ എന്നത് എൻ്റെ ഒരു സംശയമാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ആര്യനും മസ്താനിയും തുല്യരായി തെറ്റ് വഹിക്കുന്നുണ്ട്. സോ അനുമോള് അത്തരത്തിൽ ഫിസിക്കൽ അസോൾട്ട് ഒന്നും പറയാത്തത് കൊണ്ട് ഒരു പക്ഷേ ആര്യനും മസ്താനിക്കും അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നവും വരില്ല. പക്ഷേ ഞാനതിൻ്റെ ഒരു സംശയം പ്രേക്ഷകരുമായി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മസ്താനി ചെയ്തിരിക്കുന്ന ഈ ഒരു തമാശ, ഇപ്പോൾ മസ്താനിയുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാലും മസ്താനിക്കത് വലിയൊരു പ്രശ്നമാണ്. മസ്താനിക്ക് തമാശ എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ മേലെ വേണമെങ്കിലും തള്ളിവിടാം അല്ലേ എന്നുള്ളതാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. മാത്രമല്ല അനുവിൻ്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിപ്പിച്ചിട്ടുണ്ട്. ആര്യൻ്റെ കയ്യിലൊരു കപ്പുണ്ടായിരുന്നു, അതിനകത്ത് വെള്ളമുണ്ടായിരുന്നു. ഈ വെള്ളം അനുവിൻ്റെ മേലേക്ക് ആവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊരുപാട് പ്രേക്ഷകർ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മസ്താനിയുടെ ആ ഒരു പ്രതികരണം അത് വളരെയധികം സില്ലിയായി, അല്ലെങ്കിൽ അത് യാതൊരു മുഖവിലയ്ക്കും നമുക്ക് എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു പ്രതികരണമായിട്ടാണ് എനിക്ക് പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത്. കാരണം മസ്താനിക്ക് എല്ലാ കാര്യങ്ങളും തമാശ എന്നുള്ള ഒരു ബേസിലാണ്. പക്ഷേ ഇത് എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ്, ചില അൺഒഫീഷ്യൽ സൈറ്റുകൾ അല്ലെങ്കിൽ ചില റൂമേഴ്സ് എന്നോണം മസ്താനി ഈ വീക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും എവിക്റ്റ് ആക്കപ്പെടുന്നു, ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയിൽ നിന്നും എന്നേക്കുമായി വിട പറയുന്നു എന്നുള്ളൊരു റൂമർ പരക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് എനിക്ക് പേഴ്സണലി അറിയില്ല. അത് നമുക്ക് എപ്പിസോഡ് വരുന്ന സമയത്ത് കാത്തിരുന്ന് കാണാം. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു റൂമേഴ്സ് പലയിടത്തും കേട്ടു, അത് പ്രേക്ഷകരുമായി പങ്കുവച്ചു, അത്രമാത്രം. സോ ഇന്ന് എന്തായിരിക്കും ലാലേട്ടൻ മസ്താനിക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് എന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.